Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ട്രയാങ്കിൾ ഡിവിഷനിൽ തന്നെ ഒരു ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് 90 നിങ്ങൾക്ക് കാണാം. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. Okay, in any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. Okay, അതായത് ABC എന്ന ഒരു ട്രയാങ്കിളിലെ ആംഗിളാണ് ആംഗിൾ എ. ആംഗിൾ എയുടെ ബൈസെക്ടറാണ് എ ഡി എങ്കിൽ, ഓക്കെ, ആംഗിൾ എയുടെ ബൈസെക്ടറാണ് എ ഡി എങ്കിൽ ഈ ഡി എന്ന പോയിൻ്റ് ബി സി എന്ന സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, അതായത് ബി ഡി ഈസ് ടു ഡി സി എന്ന റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് ഏതെല്ലാം സൈഡ്സ് കൊണ്ടാണോ ആ സൈഡ്സ് രണ്ടിൻ്റെയും റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് എ ബി എ സി എന്ന രണ്ട് സൈഡ്സ് കൊണ്ടാണ് ആംഗിൾ ബി എ സി അല്ലെങ്കിൽ ആംഗിൾ എ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ എയുടെ ബൈസെക്ടറാണ് എ ഡി എങ്കിൽ ബി ഡി ഈസ് ടു ഡി സി ഈസ് ഈക്വൽ ടു വാട്ട്, എ ബി ഈസ് ടു എ സി. അപ്പോൾ എ ബി ഈസ് ടു എ സി എത്രയാണ്, 3:5 ആണ്. അപ്പോൾ ബി ഡി ഈസ് ടു ഡി സിയും എന്തായിരിക്കും, 3:5 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് വരാം, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ പോയിന്റിൽ നിന്ന് എ സി എന്ന സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് എ ബി എന്ന സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാൽ ഈ രണ്ട് പെർപെൻഡിക്കുലേഴ്സിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ആംഗിൾ ബൈസെക്ടറിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ആ ആംഗിൾ ഉണ്ടാവാൻ കാരണമായ രണ്ട് സൈഡ്സ് ഓഫ് ദി ആംഗിൾ, ആ സൈഡ്സിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പെർപെൻഡിക്കുലേഴ്സിൻ്റെയും ലെങ്ത്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ ഒരു ഫാക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഈക്വൽ ആവുന്നത് എന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടാവുന്നു, മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടാവുന്നു. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസായി മാറും. എങ്ങനെയാണ് ഈക്വൽ ട്രയാങ്കിൾസായി മാറുന്നത് നോക്കുക. എ ഡി ഈസ് ദ കോമൺ സൈഡ് ഓഫ് ബോത്ത് ദ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളിലും കോമൺ സൈഡാണ് എ ഡി. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ എ ഡി എന്ന സൈഡും മറ്റൊരു ട്രയാങ്കിളിൻ്റെ എ ഡി എന്ന സൈഡും രണ്ടും ഈക്വലാണ് നമുക്ക് പറയാം. ഇനി ഈ ആംഗിളിനെ എ ഡി ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസിൻ്റെ മെഷേഴ്സ് സെയിം ആയിരിക്കും. ആ ആംഗിൾസ് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ആംഗിളിൻ്റെ മെഷർ 90, അതുപോലെ ഈ ആംഗിളിൻ്റെ മെഷറും 90 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൽ രണ്ട് വീതം ആംഗിൾസ് ഈക്വലാണ്, എക്സ് 90 എങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതൊരു 90യും ഇതൊരു 30യും വിചാരിക്കുക, അപ്പോൾ 120 ആയി. അപ്പോൾ ഇത് 90യും 30യും ആണെങ്കിൽ ഇതും 120 ആയി. പിന്നെ ബാക്കി വരുന്നത് എത്രയായിരിക്കും, ഇത് 60 ആയിരിക്കും, ഇവിടെ 60 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ എ ഡി എന്ന സൈഡിൻ്റെ രണ്ട് എൻഡിലുമുള്ള ആംഗിൾസ് ഒന്ന് എക്സ്, മറ്റേ ഇവിടെയുള്ള വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് വൈ. ഈ ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിളിൽ ഒരു സൈഡ് എ ഡി, ആ എ ഡീൻ്റെ രണ്ട് എൻഡ്സിലുള്ള ആംഗിൾസ് ഒന്ന് എക്സ് മറ്റത് വൈ എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ വൺ സൈഡ് and two angles on both ends of that side of a triangle are equal to one side and two angles on both ends of that side of another triangle are equal. Two triangles are equal triangles എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസും ആ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഈക്വലായി മാറും. അങ്ങനെ ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ, അതായത് ഈ ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ, ഈക്വൽ ട്രയാങ്കിൾസിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. അത് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി എന്ന കോണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്, ഈ സൈഡാണ്. ഓക്കെ,
അതുപോലെ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഇതാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവും എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലറിൻ്റെയും ലെങ്ത് എന്തായിരിക്കും? ഈക്വലായി മാറും. അപ്പോൾ ഈ ലെങ്ത്തിനെ ഞാൻ h കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഇവിടെ h കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നു, ബിക്കോസ് ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ട്രയാങ്കിൾ ഡിവിഷനിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സൈഡ് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ രണ്ട് പാർട്ടിൻ്റെയും ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോയും ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോയും രണ്ടും സെയിം ആയിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബി ഡി ഈസ് ടു ഡി സി എത്രയാണെന്ന് കാണാൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ മതി. നമ്മൾ ആദ്യം അത് കണ്ടു നോക്കുന്നു, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ട്രയാങ്കിൾ എ ഡി ബിയുടെ ഏരിയ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഹാഫ് ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിക്കുന്നു. ഓക്കെ, ഹാഫ് ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഇതാണ് എച്ച്, ഇത് ബി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഹാഫ് ബി എച്ചിൽ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു എച്ച് എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. അതായത് എ ബി ഡി എന്ന ട്രയാങ്കിളുടെ ഏരിയയും എ ഡി സി എന്ന ട്രയാങ്കിളുടെ ഏരിയയും ഈ രണ്ട് ട്രയാങ്കിളുടെ ഏരിയകളുടെ റേഷ്യോ നമ്മൾ കാണുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് ടു ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, ദിസ് ഈസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു എച്ച്. ഓക്കെ, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു എച്ച് ഈസ് 2. Then area of this triangle is half into AC into H. AC is 5. So half into 5 into H. Okay. So രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു എച്ച് ഈസ് ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു എച്ച്. ഓക്കെ, ഈ രണ്ട് റേഷ്യോസ് നമ്മൾ നോക്കുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാം. ഹാഫും എച്ചും രണ്ടിടത്ത് നമുക്ക് കാണാം. അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കിട്ടുന്നത് 3ഉം 5ഉം ആണ്. അപ്പോൾ 3:5. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിൾ എ ഡി ബിയുടെയും ട്രയാങ്കിൾ എ ഡി സിയുടെയും ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:5 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ 3:5 ആണെങ്കിൽ ബി ഡി ഈസ് ടു ഡി സിയും എന്താണ്? 3:5 ആണ്. അത് കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഓക്കെ, ദർഫോർ ബി ഡി ഈസ് ടു ഡി സി ഈസ് ഈക്വൽ ടു 3:5. അപ്പോൾ ബി ഡി ഈസ് ടു ഡി സി 3:5 ആണെന്ന് കിട്ടി. ഓക്കെ, ഈ രണ്ട് സൈഡ്സും തമ്മിലുള്ള റേഷ്യോ എന്താണ്? എ ബി ഈസ് ടു എ സി. എ ബി ഈസ് ടു എ സി ഈസ് ഈക്വൽ ടു 3:5. അതും എന്താണ്? 3:5 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് റേഷ്യോസും സെയിം ആണ്. ഏത് രണ്ട് റേഷ്യോസ്? ഈ ആംഗിൾ ഫോം ചെയ്യുന്ന സൈഡ്സ്, ആ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എ ബി ഈസ് ടു എ സി, ദാറ്റ് ഈസ് 3:5. ഈ ആംഗിൾ ബൈസെക്ടർ ഈ ബി സിയെ ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് ഡി. അപ്പോൾ ബി സിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പാർട്സ് ബി ഡിയും ഡി സിയും ഇവ തമ്മിലുള്ള റേഷ്യോ എന്താണ്? ബി ഡി ഈസ് ടു ഡി സി, ദാറ്റ് ഓൾസോ ഈസ് വാട്ട്? 3:5. ഈ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത്. ഓക്കെ, ഏതൊരു ട്രയാങ്കിളിലെയും ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചാൽ ആ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പോർഷൻസിൻ്റെ രണ്ട് പാർട്സിൻ്റെ റേഷ്യോയും ആ ആംഗിൾ ഫോം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സൈഡ്സ് അല്ലെങ്കിൽ ആംഗിളിൻ്റെ സൈഡ്സ്, ആ രണ്ട് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോയും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന പ്രത്യേകത. ഇനി അതിൽ നിന്ന് മറ്റ് ചില ഫാക്ടേഴ്സിലേക്കും കൂടെ നമ്മൾ പോവുകയാണ്. നോക്കുക, ഇഫ് എ പോയിൻ്റ് ഓൺ എ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് the side in the ratio of the other two sides, the line joining the point and the opposite vertex is the angle bisector എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? if a point on a side of a triangle divides the side in the ratio of the other two sides, the line joining the point and the opposite vertex is the angle bisector. Okay, അതായത് ബി സി എന്ന ഒരു സൈഡ്, ട്രയാങ്കിൾ 3 സൈഡ്സാണുള്ളത്, എ ബി, എ സി, ബി സി. അപ്പോൾ ഒരു സൈഡിലുള്ള ഒരു പോയിൻ്റാണിത് ഡി. ഈ ഡി ബി സിയെ ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ബി ഡി ഈസ് ടു ഡി സി എന്ന റേഷ്യോയിൽ. ഓക്കെ, ഇനി തൊട്ട് മുമ്പേ നമ്മളിപ്പോൾ അവിടെ പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 2:3 എന്നാണ്. അതുപോലെ ഒരു റേഷ്യോയിൽ ഈ ഡി എന്ത് ചെയ്യും? ബി സിയെ ഡിവൈഡ് ചെയ്യും. ബി ഡി ഈസ് ടു ഡി സി. ആ റേഷ്യോ തന്നെയാണ് മറ്റ് രണ്ട് സൈഡ്സും നമ്മളുടെ റേഷ്യോ. മറ്റ് രണ്ട് സൈഡ്സ് എന്ന് പറഞ്ഞാൽ
ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്തതാണ്. ഇനി രണ്ട് സൈഡ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? എ ബിയും എ സിയും. അപ്പോൾ എ ബിയും എ സിയും നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ബി ഈസ് ടു എ സി. ഓക്കെ, ഈ എ ബി ഈസ് ടു എ സിയും ബി ഡി ഈസ് ടു ഡി സിയും രണ്ടും ഈക്വലായി മാറുന്നു. ആ രീതിയിലുള്ള ഒരു പോയിൻ്റാണ് ഡി എങ്കിൽ, ഓക്കെ, ഡി എവിടെയാകാം, പക്ഷേ ഡി എടുത്തിരിക്കുമ്പോൾ ബി ഡി ഈസ് ടു ഡി സി ഈസ് ഈക്വൽ ടു എ ബി ഈസ് ടു എ സി ആയി മാറുന്നുവെങ്കിൽ, ഓക്കെ, നമുക്ക് പറയാം ഈ ഡിയും എയും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈൻ എന്തായിരിക്കും? ആംഗിൾ എയുടെ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 3:5 ആണെങ്കിൽ ഇതും 3:5 ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇത് ബൈസെക്ടർ ആണെന്നും തരേണ്ട കാര്യമില്ല. വി ക്യാൻ സേ ദാറ്റ് എ ഡി ഈസ് എ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. ഓക്കെ, ഇത് 3:5 ഇത് 2:4 ആണെങ്കിൽ റേഷ്യോസ് ആർ ഡിഫറൻറ്റ്. അങ്ങനെ ഡിഫറൻ്റ് ആണെങ്കിൽ ഈ എ ഡി എന്തായിരിക്കില്ല? ആംഗിൾ എയുടെ ബൈസെക്ടർ ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലായി മാറില്ല. ഓക്കെ, അതേ സ്ഥാനത്ത് ദിസ് ഈസ് 2:4 ആൻഡ് ദിസ് ഓൾസോ ഈസ് 2:4 എന്ന് പറഞ്ഞാൽ we can immediately understand what this is the bisector of angle A. Therefore measure of this angle and measure of this angle both will be equal എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ആംഗിളിൻ്റെ മെഷറും ഈ ആംഗിളിൻ്റെ മെഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അവിടെ പറയുന്നത്. സോ ഇഫ് ബി ഡി ഈസ് ടു ഡി സി ഈസ് ഈക്വൽ ടു എ ബി ഈസ് ടു എ സി, ബി ഡി ഈസ് ടു ഡി സി ഈസ് ഈക്വൽ ടു എ ബി ഈസ് ടു എ സി, ദെൻ എ ഡി ഈസ് വാട്ട്? ഈസ് എ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. അതാണ് രണ്ടാമത് നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, ആംഗിൾ എയുടെ ബൈസെക്ടർ ആയിരിക്കുന്നത് എ ഡി. അതിനുശേഷം പേജ് 19 to 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നോക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the picture below, two lines are drawn from the top vertex of a triangle to the bottom side. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ടോപ്പ് വെർട്ടെക്സ് ഇതാണ്. ഈ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും എന്ത് ചെയ്തു? ഈ ബോട്ടം സൈഡിലേക്ക് രണ്ട് ലൈൻസ് വരച്ചു. ഇങ്ങനെ രണ്ട് ലൈൻസ് വരച്ചു. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നൗ ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്, 1, 2, 3 പാർട്സിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ഈ ബേസും നൗ 1 പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട് എന്നുള്ള രീതിയിൽ 3 പാർട്സായി ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് 3 സ്മോളർ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈൻസും ഈ ബേസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പാർട്സ് ഉണ്ടാകുന്നത്. ആ 3 പാർട്സുകളുടെ റേഷ്യോ, അതായത് this length is to this length is to this length. ഓക്കെ, അത് മൂന്നും തമ്മിലുള്ള റേഷ്യോയും ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് ടു ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് ടു ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ, അതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ 3 ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോയും ഈ 3 ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതേ ഫിഗർ തന്നെയാണ് ഇവിടെ. ഈ 3 ട്രയാങ്കിളായി ഡിവൈഡ് ചെയ്തു, അതിനെ 3 കളറിൽ കൊടുത്തിരിക്കുന്നു മാത്രം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് കാണുന്നത് നോക്കുക. ഇവിടെ നമുക്കറിയാം ആ രണ്ട് ലൈൻസാണ് ഇത് രണ്ടും. അങ്ങനെ 3 ട്രയാങ്കിൾസ് ഉണ്ടായി, 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് വെർട്ടെക്സിൽ നിന്ന് താഴോട്ട് നേരെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ പെർപെൻഡിക്കുലർ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ദിസ് ആംഗിൾ ഈസ് 90. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിനെ ഞാൻ എച്ച് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു, ഡിനോട്ടഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്നർത്ഥം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ 3 ട്രയാങ്കിളിൻ്റെയും ഹൈറ്റാണ് ഇത് ഈ എച്ച്. ഓക്കെ, എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ഈ 3 ട്രയാങ്കിളിൻ്റെയും ഹൈറ്റാണ്. ഓക്കെ, അതെങ്ങനെയാണ് 3 ട്രയാങ്കിളിലെ ഹൈറ്റായി മാറുന്നത് എന്നുള്ളത് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ട്രയാങ്കിൾ. അക്യൂട്ട് ട്രയാങ്കിൾ മീൻസ് ഓൾ ആംഗിൾസ് ആർ ലെസ് ദാൻ 90. ഓക്കെ, എല്ലാ ആംഗിൾസും ലെസ് ദാൻ 90 ആയിട്ടുള്ള ട്രയാങ്കിൾ പറയുന്ന പേരാണെന്ത്? അക്യൂട്ട്
ട്രയാങ്കിൾ. ഇങ്ങനെ ഒരു അക്യൂട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ വരച്ചാൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡ്സ് വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ. എന്നാൽ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ് വിചാരിക്കുക. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് 90. അപ്പോൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലേക്ക് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഇറ്റ്സെൽഫ് ഈസ് ദ പെർപെൻഡിക്കുലർ. ഈ സൈഡ് തന്നെയാണെന്ത്? പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് ബേസ് ആണെങ്കിൽ ദിസ് ഇറ്റ്സെൽഫ് ഈസ് ഹൈറ്റ്. ഓക്കെ. ഇവിടെ ഇത് ബേസ് ആണെങ്കിൽ ഇതാണ് ഹൈറ്റ്. ഇവിടെ ഈ സൈഡ് തന്നെ എന്തായി മാറുന്നു? ഹൈറ്റായി മാറുന്നു. ബിക്കോസ് ദിസ് ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി നമ്മൾ ഇതാണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിലോ ഇതെന്തായി മാറും? എച്ച് ആയി മാറും, ഹൈറ്റായി മാറും. ഓക്കെ. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ പ്രത്യേകത എന്താ? ഓൾ ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ്. ദെർഫോർ ദിസ് ട്രയാങ്കിൾ ഈസ് acute triangle. Here only one angle is 90, therefore this is right angled triangle. In right angled triangle, if one of the perpendicular sides is taken to be base, the other perpendicular side will be height. Okay. ഇനി മൂന്നാമത്തെ എന്താണ്? ഇങ്ങനെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ മീൻസ് വൺ ആംഗിൾ ഈസ് മോർ ദാൻ 90. ഓക്കെ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വിചാരിച്ചാൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചിരിക്കുന്ന ഈ സൈഡ് തന്നെ ചരിഞ്ഞിട്ടാണുള്ളത്. ഓക്കെ. സോ ഇഫ് യു ടേക്ക് എനി പോയിന്റ് എനിവർ ഹിയർ, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തും ചരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ആംഗിൾ വിൽ നെവർ ബി 90. ഒരിക്കലും 90 ആവില്ല. അതുകൊണ്ട് ഹൈറ്റ് വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും ഹൈറ്റ് വരച്ചിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുക? ഹൈറ്റ് വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കണം. അങ്ങനെ താഴോട്ട് വരച്ചിട്ട് ഹൈറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യണമെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ സൈഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഹൈറ്റ് വരച്ചിരിക്കുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എവിടെയല്ല, ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ വാട്ട് ഈ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെയാണ് വരയ്ക്കുക. അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ D ഓൾസോ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അതുകൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെയും ഹൈറ്റ് ഇതാണ്. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ADE എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എൻ അക്യൂട്ട് ട്രയാങ്കിൾ. ദെർഫോർ the height when drawn it will come and meet in between these two sides. ഈ രണ്ട് സൈഡ്സിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ വന്നിട്ടാണ് എന്തിന് മീറ്റ് ചെയ്യുന്നത്. സോ ദിസ് H ഈസ് ദ ഹൈറ്റ് ഓഫ് 3 ട്രയാങ്കിൾസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ ഈ രണ്ട് ലൈൻസ് 1, 2 രണ്ട് ലൈൻസ് വരച്ചപ്പം ഈ BE എന്ന സൈഡ് എന്തായി? നൗ ഡിവൈഡ് ഇൻടു 3 പാർട്സ്, BC, CD, DE. ഈ BCയുടെ നീളത്തെ A എന്നും CDയുടെ നീളത്തെ B എന്നും DEയുടെ നീളത്തെ C എന്നും നമ്മൾ എടുത്തും വിചാരിക്കാം. അപ്പോൾ BC is to CD is to DE എന്ന് പറയുന്നത് എന്താണ്? A is to B is to C ആണ്. ഓക്കെ. സോ റേഷ്യോ ഇൻ വിച്ച് ദ ബോട്ടം സൈഡ് ഈസ് ഡിവൈഡഡ് ഈസ് ഈക്വൽ ടു BC is to CD is to DE and those lengths are A, B, C. Therefore A is to B is to C. നമ്മൾ ABC എന്ന് എടുത്തിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും ലെറ്റേഴ്സൊക്കെ കൊടുക്കാം. കറക്റ്റ് മെഷേഴ്സ് അളന്നിട്ടല്ല ചെയ്യുന്നത്, ഇത് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ഏത് മെഷർ വന്നാലും ഇത് ശരിയായിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുന്നില്ല. ദിസ് ലെങ്ത് ആർ ഡിനോട്ടഡ് ബൈ ലെറ്റേഴ്സ്. ഓക്കെ, ദിസ് ലെങ്ത് ബൈ A, ദിസ് ബൈ B, ദിസ് ബൈ C. Therefore A is to B is to C. Next we are going to prove that what area of this triangle is to area of this triangle is to area of this triangle also is equal to A is to B is to C. അപ്പോൾ ഏരിയ ഓഫ് റേഷ്യോ ഓഫ് ഏരിയാസ്. ഓക്കെ, റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് സ്മോൾ ട്രയാങ്കിൾസ്. ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is to area of triangle ACD is to area of triangle ADE. Okay, that's equal to half into, this is base A and H is height is this one. Okay, so half into A into H is to half into B into H is to half into C is to into H. Okay, so half into A into H, half into B into H, half into C into H, and everywhere
which common factors are there, all those common factors will be removed. ഇവിടെ half h from everywhere half h is removed. Then what is remaining? Here a is, and here b is, and here c is remaining. So ratio of areas is what? A is to b is to c. അപ്പോൾ എന്ത് കിട്ടി? ഈ രണ്ട് സെയിം ആണെന്ന് കിട്ടി. ഈ മൂന്ന് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോയും ഈ മൂന്ന് ലെങ്സുകൾ തമ്മിലുള്ള റേഷ്യോയും രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. therefore both ratios are same. that is the answer for the first question. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, what is the second question? In the picture below, the top vertex of a triangle is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line is joined to the other two vertices. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ടോപ്പ് വെർട്ടെക്സ് എങ്ങോട്ട് ജോയിൻ ചെയ്തു? ഒരു ലൈൻ വരച്ച് എങ്ങോട്ട് ജോയിൻ ചെയ്തു? ഈ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ദിസ് പോയിൻറ്റ് ഈസ് വാട്ട്? മിഡ് പോയിൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തു. എന്നിട്ട് ആ മിഡ് പോയിൻറ്റിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്കും ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുന്നത്? പ്രൂവ് ദാറ്റ് ദി ഏരിയാസ് ഓഫ് ഓൾ 4 ട്രയാങ്കിൾസ്, ഈ 4 ട്രയാങ്കിൾസ്, ഈ ഫിഗർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 4 കളറിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 4 കളറുമുള്ള ട്രയാങ്കിൾസ്, അതിലെല്ലാം ഏരിയാസ് 4 ട്രയാങ്കിൾസ് ഒബ്റ്റൈൻഡ് ദസ് ആർ ഈക്വൽ ടു a fourth. എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 എന്നാണ്. 1/4, 4 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം. അപ്പോൾ 100ൻ്റെ a fourth എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. 20യുടെ a fourth എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 1 out of 4 ഈക്വൽ പാർട്സ്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? a fourth. അപ്പോൾ prove that the areas of all 4 triangles obtained thus are equal to a fourth of the area of the whole triangle. ഈ ആകെ ഉള്ള ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ, ആ വലിയ ട്രയാങ്കിൾ ഏരിയയുടെ 1/4 ആണ് എല്ലാത്തിൻ്റെയും ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ 100 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ 100 cm² ആണെങ്കിൽ ദിസ് ഈസ് 25 cm². ദിസ് ഓൾസോ ഈസ് വാട്ട്? 25 cm² എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ട്രയാങ്കിൾ ആണെങ്കിലും അങ്ങനെ വരും എന്ന് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ABC ആണ് തന്നിരിക്കുന്ന ട്രയാങ്കിൾ വിചാരിക്കുക. അപ്പോൾ D is the midpoint of BC and E is the midpoint of AD. And this is joined and this one also is joined. So D is the midpoint of BC, E is the midpoint of AD. Suppose area of triangle ABC is equal to X. അപ്പോൾ ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ X ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. X ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് എന്ത് സംഭവിക്കും നോക്കുക. Then the area of triangle ABD is equal to area of triangle ADC. ADB എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ADC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും രണ്ടും ഈക്വൽ ആണ്. ബിക്കോസ് ദിസ് ഈസ് ദ മിഡ് പോയിൻറ്റ്. ട്രയാങ്കിൾ ഡിവിഷൻ എന്നുള്ളതിൽ നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞു. And that area is equal to half of X. Because എന്താണ്? ഈ ABCയുടെ ഏരിയ എത്രയാണെന്ന് എടുത്തു? X എന്നെടുത്തു. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഓഫ് എക്സ്. ഹാഫ് ഓഫ് എക്സ് മീൻസ് x/2. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BEA. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ BEA ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE and area of triangle BAA both are same because this is the midpoint of this side. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ട്രയാങ്കിൾ തൽക്കാലം മറന്നാൽ ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ മിഡ് പോയിൻറ്റ്. അപ്പോൾ AE ഈസ് ടു ED എന്ന് പറയുന്നത് എന്താണ്? 1:1 ആണ്. കാരണം ഇത് രണ്ട് ലെങ്ത്ത് സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. therefore area of triangle BDE is equal to area of triangle BAA and that is equal to half into ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB. ഈ ADBയുടെ ഏരിയയുടെ പകുതിയായിരിക്കും
എ ഡി ബി എന്ന ട്രയാങ്കിൾ ഏരിയയുടെ പകുതിയായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ. ഓക്കെ, എ ഡി ബിയുടെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എക്സ് ബൈ 2. ഓക്കെ, സോ ഏരിയ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു വാട്ട് ഹാഫ് ഓഫ് എക്സ് ബൈ 2. ഹാഫ് ഓഫ് എക്സ് ബൈ 2 മീൻസ് എക്സ് ബൈ 4. ഓക്കെ, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു എക്സ് ആൻഡ് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4. സോ എക്സ് ബൈ 4. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് the largest triangle, whole triangle is x. Area of triangle ADB is x by 2. Area of triangle BED and BEA is x by 4. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നു ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC is equal to area of triangle DEC, that is equal to half of x by 2. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും രണ്ടും എന്താണ്? ഹാഫ് ഓഫ് ADC, half of ADC, and area of ADC is x by 2. Therefore, half of x by 2 is equal to x by 4. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടിയിരിക്കുന്നു? ട്രയാങ്കിൾ ബി ഡി ഇയുടെ ഏരിയ എക്സ് ബൈ 4 ആണ്. ഇതിൻ്റെ ഏരിയ എക്സ് ബൈ 4 ആണ്. ഇതിൻ്റെ ഏരിയ എക്സ് ബൈ 4 ആണ്. ഇതിൻ്റെ ഏരിയയും എക്സ് ബൈ 4 ആണ്. ദാറ്റ് മീൻസ് ഈ 4 ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വലാണ്. മാത്രമല്ല ഓരോ ഏരിയയും എന്താണ്? എക്സിൻ്റെ A4 ആണ്. എക്സ് ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? A4 ഓഫ് എക്സ്. ഓക്കെ, അതായത് ABC എന്ന ട്രയാങ്കിളിൻ്റെ വലിയ ട്രയാങ്കിൾ ഏരിയയുടെ A4 ആണ്. ഓക്കെ, A4 എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, A4 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 20യുടെ A4 എന്ന് പറഞ്ഞാൽ 20 by 4, ദാറ്റ്സ് ഈക്വൽ ടു 5. 10ൻ്റെ A4 എന്ന് പറഞ്ഞാൽ 10 by 4, ദാറ്റ് ഈസ് 2.5. ഓക്കെ, therefore areas of all triangles are equal to A4, that means 1 by 4 of the area of the whole triangle. Okay, ഇനി അടുത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. If the picture below, in the picture below, the top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1 is joined to the other two vertices. അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണിത്. ഈ മിഡ് പോയിൻറ്റിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഈ ലൈനിൽ ഒരു പോയിൻ്റ് എടുത്തു. ആ പോയിൻ്റ് നേരത്തെ എടുത്തിരുന്നത് എന്തായിരുന്നു? മിഡ് പോയിൻ്റ് ആയിരുന്നു. അതിന് പകരം ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? ദ പോയിൻ്റ് വിച്ച് ഡിവൈഡ്സ് ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പോയിൻ്റാണ് എടുത്തത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ നേർ പകുതിയായിരിക്കും ഇവിടെ. 2:1 എന്ന് പറഞ്ഞാൽ 2ൻ്റെ നേർ പകുതിയാണ് 1. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഇത് 1 ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ 4ൻ്റെ പകുതിയായ 2 ആയിരിക്കും. ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് അതാണ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2:1 എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആൻഡ് 1 സെൻറ്റിമീറ്റർ അല്ല. ഓക്കെ, ഒന്നുകിൽ 2 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ആവും, അല്ലെങ്കിൽ 2ൻ്റെയും 1ൻ്റെയും സെയിം മൾട്ടിപ്പിൾ ആയിരിക്കും. 2 × 2 4, 1 × 2 2. അപ്പോൾ 4:2 ആവാം. 2 × 10 20, 1 × 10 10. ഓക്കെ, അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ ആവാം. അങ്ങനെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ദി ഏരിയാസ് ഓഫ് ഓൾ 3 triangles in the picture on the right are equal to 1/3 of the area of the whole triangle. അപ്പോൾ ഇവിടെ 4 ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. ഈ 4 ട്രയാങ്കിൾസ് ഈ 2 ട്രയാങ്കിളൂടെ കൂട്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ആക്കുക. മറ്റു രണ്ടും അങ്ങനെ തന്നെ നിലനിർത്തുക. അപ്പോൾ എത്ര ട്രയാങ്കിൾ കിട്ടും? 3 ട്രയാങ്കിൾ കിട്ടും. ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണെന്നും, ഓക്കെ, ഈ 3 ഏരിയ സെയിം ആണെന്നും, ആ ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ 1/3, ഓക്കെ, അല്ലെങ്കിൽ 1/3 1/3 ആണെന്നും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഇത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഇതും 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിൽ പ്രൂവ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞതിൽ ചെയ്ത പോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, ABC ആണ് ട്രയാങ്കിൾ.
ഇ എന്നത് ബി സിയുടെ മിഡ് പോയിൻ്റാണ്. ഈ മിഡ് പോയിൻറ്റിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതിനെ 3 ഈക്വൽ പാർട്സാക്കി എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 1-2 പാർട്സ് എടുത്തു. 1-2 പാർട്സ് എടുത്തിട്ട് ആ 2 പാർട്സ് എൻഡ് ചെയ്യുന്നിടത്തിൽ ഒരു പോയിൻ്റ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. അപ്പോൾ എ ഡി ഈസ് ടു ഡി ഇ എന്ന് പറയുന്നത് എന്താണ്? 2:1 ആണ്. ആ രീതിയിൽ. ഇനി നമ്മൾ ഇതിൻ്റെ ഏരിയ കാണുന്നു, ഇതിൻ്റെ ഏരിയ കാണുന്നു, അത് രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ട് കൂട്ടിയാൽ അതും ഇതിൻ്റെ ഏരിയക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കുന്നു. ഈ 3 ഏരിയ ഈ എ ബി സി എന്ന ട്രയാങ്കിൾ ഏരിയയുടെ a/3 അല്ലെങ്കിൽ 1/3 ആണെന്നും പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി സി. ബി ഇ ഈസ് ടു ഇ സി ഈസ് ഈക്വൽ ടു 1:1. ബി ഇ ഈസ് ടു ഇ സി ഈസ് ഈക്വൽ ടു 1:1. അപ്പോൾ മിഡ് പോയിൻ്റ് ആകുമ്പോൾ ഈ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ റേഷ്യോ പറയുമ്പോൾ എന്താ പറയുക? 1:1. സെയിം ലെങ്ത് ആണെങ്കിൽ 1:1. ഓക്കെ, ദെൻ ഡി ഡിവൈഡ്സ് എ ഇ ഇൻ ദ റേഷ്യോ 2:1. ഈ ഡി എന്ന പോയിൻ്റ് എ ഇയെ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എ ഡി ഈസ് ടു ഡി ഈസ് ഈക്വൽ ടു 2:1. സോ എ ഡി ഈസ് ടു ഡി ഇ ഈസ് ഈക്വൽ ടു 2:1. സപ്പോസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു എക്സ്. ഈ എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എക്സ് ആണെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി എ ഇ സി ഈസ് ഈക്വൽ ടു x/2. എ ഇ ബി എന്ന ട്രയാങ്കിൾ ഏരിയയും എ ഇ സി എന്ന ട്രയാങ്കിൾ ഏരിയയും രണ്ടും എന്താണ്? ഈ ഹോൾ ട്രയാങ്കിൾ ഏരിയയുടെ പകുതിയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മിഡ് പോയിൻറ്റ്. ഓക്കെ, ഹോൾ ട്രയാങ്കിൾ ഏരിയ എക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയ എന്തായിരിക്കും? x/2 ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു x/2. നെക്സ്റ്റ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, എ ഡി ബി എന്ന ട്രയാങ്കിൾ ഏരിയയും എ ഡി സി എന്ന ട്രയാങ്കിൾ ഏരിയയും സെയിം ആണ്. കാരണം എന്താ? ഈ എ ഡിയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണ്? 2:1 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഈ രണ്ട് ട്രയാങ്കിളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് മാത്രമല്ല എ ഇ എന്താണ്? ഈ ബി സിയെ ബൈസെക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് x/2. എന്താ 2/3 എന്ന് പറയാൻ കാരണം? ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 3 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. 1, 2, 3. ആ 3ൽ 2 പാർട്സാണിത്. അപ്പോൾ 3ൽ 2 എന്നുള്ളതിന് പറയുന്നതാണെന്ത്? 2/3. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് 2/3 ഓഫ് എ ഇ. എ ഇയുടെ 2/3 ആണെന്ത്? എ ഡി. അതുകൊണ്ട് തന്നെ ഈ എ ഇ ബി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 2/3 ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. അതേപോലെ തന്നെയാണ് ഏത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് മാത്രമല്ല രണ്ടും 2/3 ആയിരിക്കും. എന്തിൻ്റെ 2/3? ഈ എ ഇ ബിയുടെ ഏരിയയുടെ അല്ലെങ്കിൽ എ ഇ സിയുടെ ഏരിയയുടെ 2/3 ആയിരിക്കും. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ദാറ്റ് ഈസ് 2/3 ഓഫ് അല്ലെങ്കിൽ 2/3 ഇൻറ്റു ഏത്? മേലെ കിട്ടിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. അതായത് എ ഇ ബിയുടെയും എ ഇ സിയുടെയും ഏരിയ x/2 ആണെന്ന് പറഞ്ഞു. ആ x/2ൻ്റെ 2/3 ആയിരിക്കും. സോ 2/3 ഇൻറ്റു x/2. ഓക്കെ, so this 2 and 2 you can cut and you will get x in the numerator and denominator in the denominator. Finally you will get what? x/3. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയ ഈ ട്രയാങ്കിൾ ഏരിയ എന്തായി മാറി? x/3 ആണ് എന്ന് പറഞ്ഞാൽ a/3 ആണ്. a/3 ഓഫ് ടോട്ടൽ ഏരിയ. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. എന്നിട്ട് രണ്ടോട് കൂട്ടിയിട്ട് അതും x/3 ആണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി. ഡി ഇ ബി എന്ന ട്രയാങ്കിൾ ഏരിയയും ഡി ഇ സി എന്ന ട്രയാങ്കിൾ ഏരിയയും രണ്ടും സെയിം ആണ്. അത് രണ്ടും സെയിം ആണെന്ന് പറയാൻ എന്താ കാരണം? ഈ ട്രയാങ്കിൾ ഇങ്ങനെ എടുത്തു വിചാരിക്കും, ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് ആണിത്. ഈ വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിൻറ്റിലേക്ക് വരച്ചിരിക്കുന്ന ലൈനാണിത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായി മാറും? സെയിം ആയി മാറും. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഏരിയയുടെ 1/3 ആയിരിക്കും. കാരണം ഇത് 2/3 ആണ്. ഈ ഏരിയയുടെ 2/3 ആണത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 1/3 ആയിരിക്കും. ഓക്കെ, 3ൽ 2 ഭാഗം ഇതാണെങ്കിൽ 3ൽ 1 ഭാഗം ഇതായിരിക്കും. അപ്പോൾ രണ്ടുകൂടി കൂടുമ്പോൾ എന്തായി? 3ൽ 3 ആയി. ഓക്കെ, 3 ഔട്ട് ഓഫ് 3 ആയി.
അപ്പോൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഏരിയ ഓഫ് triangle DEB is equal to area of triangle DEC. Area of this one and this one both are equal to 1/3 into area of this triangle or area of this triangle. Okay, 1/3 of area of triangle AB or triangle AAC. So we'll write 1/3 into x/2. Okay, ഈ രണ്ട് ട്രയാങ്കിളിലെ ഏരിയ x/2 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. So x/2, 1/3 into x/2 എന്ന് പറഞ്ഞാൽ 1 into x, 3 into 2 is equal to x/6 എന്ന് കിട്ടി. അപ്പോൾ x/6 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏരിയ x/6 ആണ്. ഇതിൻ്റെ ഏരിയ എത്രയാണ്? x/6 ആണ്. ഇത് രണ്ട് നമ്മൾ നേരത്തെ കിട്ടി. എന്ത് കിട്ടി? x/3 എന്ന് കിട്ടി. ഇവിടെയും x/3 എന്ന് കിട്ടി. ഇതെന്താണ്? x/6 ആണ്. ഇവിടെയും x/6 ആണ്. ശരിക്കും പെൻസിൽ കൊണ്ട് ഇതിവിടെ നല്ലപോലെ കാണുന്നില്ല, ബട്ട് ഇവിടെ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നോട്ട്ബുക്കിൽ വേണമെങ്കിൽ എഴുതി വെക്കാം x/3, x/6 ആൻഡ് x/6. ഇനി ഈ രണ്ട് x/6 കൂടെ കൂട്ടിയാൽ എന്താണ് കിട്ടുക? x/6ഉം x/6ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? x/6 പ്ലസ് x/6 ഈസ് ഈക്വൽ ടു 2x/6. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ ഡിനോമിനേറ്റർ തന്നെ എഴുതുക, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ x പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ 2x/6. 2x/6 എന്ന് പറഞ്ഞാൽ 2 and 6 ബോത്ത് ആർ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2. സോ ബോത്ത് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. സോ 2/2 ഈസ് ഈക്വൽ ടു 1, 6/2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 1/3 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ x/3. ഇവിടെ x ഉള്ളതുകൊണ്ട് x/3. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഏരിയാസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? x/3. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏത് ട്രയാങ്കിൾ? BOC എന്ന ഈ രണ്ട് ട്രയാങ്കിളോട് കൂടി ചേർന്ന് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ x/3 ആണ്. ഇതിൻ്റെ ഏരിയയും x/3 ആണ്. ഇതിൻ്റെ ഏരിയയും x/3 ആണ്. സോ വി ഗോട്ട് ദീസ് ത്രീ ട്രയാങ്കിൾസ് ഹാവ് എ സെയിം ഏരിയ. ട്രയാങ്കിൾ ADB and triangle ADC and triangle BDC. These three triangles have a same area. Area is x/3 and that x/3 is what? A third of x. A third of x ആണ്. എന്താണ് x? X is the total area or the area of the largest triangle or whole triangle. Okay, അപ്പം മുഴുവൻ ട്രയാങ്കിളിൻ്റെയും ഏരിയ x ആണെന്നും ഈ മൂന്ന് ട്രയാങ്കിളിൻ്റെയും ഏരിയ x/3 ആണെന്നും, അതായത് a third ഓഫ് ദി ഏരിയ ഓഫ് എ ഹോൾ ട്രയാങ്കിൾ ആണെന്നും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു. മീറ്റ് യു അഗൈൻ.